ഇന്നത്തെ എൻ്റെ റെസിപ്പി ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ഇത് അങ്ങനെ ആരും ഉണ്ടാക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയും വെണ്ടയ്ക്കായും കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്താൽ അത് കുക്കാവുമോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പൊട്ടറ്റോയും 8 വെണ്ടയ്ക്കായും 8 പീസ് വെണ്ടയ്ക്കായും ഒരു ചെറിയ സവാളയും ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഈ സൈസിൽ വേണം കട്ട് ചെയ്യാൻ. വെണ്ടയ്ക്ക ആണെങ്കിൽ പിഞ്ച് വെണ്ടയ്ക്ക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറ്റിയ വെണ്ടയ്ക്ക എടുത്താൽ അത് കുക്കായി കിട്ടില്ല, അത് ഒരുമാതിരി ചവറ് പോലെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ആദ്യം അത് വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം വേണം പൊട്ടറ്റോ ഇതിൻ്റെ കൂടെ ഇടാൻ. ഇത് നന്നായി വഴറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. സവാള കുറച്ച് വഴണ്ടതിന് ശേഷം പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് ഒന്ന് വഴറ്റണം. നമ്മൾ ഈ സമയമൊന്നും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കല്ലേ. ഒരു ഹാഫ് കുക്കായതിന് ശേഷം, അതായത് പൊട്ടറ്റോ ഒരു ഹാഫ് കുക്കായതിന് ശേഷം മാത്രം വേണം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ഇതെന്നിട്ട് നല്ല ഒന്ന് പ്രസ് ചെയ്തിട്ട് അടച്ചു വെക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിമാണ് ചെറിയ ലോയിൽ വെക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ പൊട്ടറ്റോയും സവാള എല്ലാം കൂടെ ഒരു കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ടാണ് ഗരം മസാല ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ലോയിൽ വെച്ചിട്ട് വേണം ഇത് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഹാഫ് കുക്കാകുന്നിടം വരെ കുക്ക് ചെയ്യാം. പൊട്ടറ്റോയും സവാളയും ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ. നീളത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്നുകൂടെ പറയുകയാണ്, വളരെ ലോയിൽ വേണം വയ്ക്കാൻ. നമ്മളിതിനകത്ത് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ആ എണ്ണയിൽ കിടന്നിട്ടാണ് ഇത് കുക്കാകുന്നത്. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട, ഒരു ചമ്മന്തിയും കൂടെ മതി. അടിപൊളി ടേസ്റ്റാണ്. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്നുമില്ല. ദാ പൊട്ടറ്റോ ഇവിടെ വെന്ത് കണ്ടില്ലേ, വഴുവഴുപ്പൊന്നും വരത്തില്ല. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ചൂടോടെ കഴിക്കുക. ലാസ്റ്റ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. നമ്മളുടെ വെണ്ടയ്ക്കായും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.